ഹായ് 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 പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ് മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, കൊട്ടിയൂർ പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അവിടെ നിന്നും കാണാത്ത വ്യത്യസ്തമായൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. 15-ാം തീയതി കയറാട്ട് വെച്ചു. പിന്നെ വേറെപ്പ് 6 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ പടിയിൽ കയറി. 21-ന് പടി കയറി. നമ്മൾ കുറച്ച് കൊല്ലമായിട്ട് ഈ നിൽക്കുന്ന കൂട്ടർ തന്നെയാണ് സ്ഥിരമായിട്ടുള്ളത്. ഇനിയിപ്പോൾ മുമ്പ് 20-25 ആൾ വരെ ഉണ്ടായിന് നമ്മളെ ഓർമ്മയിൽ. പിന്നെ ഇപ്പം ആളെല്ലാം കുറവാണ്. പടിയിൽ പോകുന്നതിന് മുന്നേ ആദ്യത്തെ 6 ദിവസം ഇവിടെയാണ് ഇളനിക്കാറ് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കൂടുക. അതിനുശേഷം 7-ാമത്തെ ദിവസമാണ് പടിയിലേക്ക് പോവുക. ആയില്യം നക്ഷത്രത്തിലാണ് ഇവിടെ ആദ്യം വേറവെപ്പ് എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തിയിട്ട് ഇവിടെ കൂടുക. മടപ്പുര എന്ന് പറഞ്ഞാൽ ഒരു 600 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. അത് വീണ് എല്ലാം കൂടി നശിച്ചതാണ്. കുറച്ച് കൊല്ലം മുമ്പേ എല്ലാം ഒരു താരനെല്ലാം നടത്തി. അപ്പോൾ ഇതിൻ്റെ സ്ഥലക്കാരും ഒരു തർക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ഒരു ഭാഗമെല്ലാം വീണുപോയി. എല്ലാം സ്ഥിതി ഉള്ളത്. നാട്ടുകാരെ സഹകരണമാണ്. എല്ലാ ദിവസവും കഞ്ഞി കഴിക്കാനും ചോറിനും ഒരു ദിവസത്തെ ഫുൾ ചെലവ് എല്ലാം നാട്ടുകാരുടെ സഹായമാണ്. കണക്കിൻ്റെ കൂടെ പിന്നെ നാട്ടുകാരെ സഹായം. കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇളനീർക്കാവാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇളനീരുകൾ കൂട്ടിക്കെട്ടാൻ വേണ്ടി കയറിന് പകരമായി കയറിൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി മട്ടലിൻ്റെ പാന്തം ചെത്തിയെടുത്ത് അതിങ്ങനെ പിരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇളനീരുകൾ പരസ്പരം കൂട്ടിക്കെട്ടാൻ വേണ്ടി ഓട്ടി ഉണ്ടാക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകതരം ഒരു മൂർച്ചയുള്ള പിടിയുള്ള ഒരു പ്രത്യേകതരം കത്തി കൊണ്ടാണ് ഇളനീരുകൾ ഇങ്ങനെ തുരന്നെടുക്കുന്നത്. ഇനി അതിലൂടെ പാന്തം കയറ്റി വിട്ടിട്ട് അങ്ങനെയാണിത് കൂട്ടിക്കെട്ടുന്നത്. നേരത്തെ തുരന്നെടുത്ത ആ ഭാഗത്തൂടെ മട്ടലിൻ്റെ ചീന്തിയെടുത്ത പാന്തം ഉപയോഗിച്ച് ഇങ്ങനെ കോർത്തെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
ഇളനീരിലൂടെ കോർത്തെടുത്ത പാന്തം ചെറുതായി ഇങ്ങനെ ചീന്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇളനീർക്കാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും തെങ്ങിനെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് തെങ്ങിൻ്റെ മട്ടൽ, അതുപോലെ അതിൻ്റെ പാന്തം, പിന്നെ ഇളനീര് എല്ലാം തെങ്ങിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇളനീർക്കാവ് ഉണ്ടാക്കുന്നത്. നല്ല മെനക്കേടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് ഈ ഇളനീർക്കാവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളിൽ പലരും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ കൊട്ടിയൂരിൽ പോയി ഇളനീർ വെപ്പ്, ഇളനീരാട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച ഭൂരിഭാഗം ആൾക്കാർക്കും കാണാൻ വേണ്ടി കാണാത്ത ഒരു കാഴ്ചയാണ്. അത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ഇളനീർക്കാരുടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ കൊട്ടിയൂരൊക്കെ പുറപ്പെടുന്ന അന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കൂലൂ. അതുപോലെ തന്നെ മറ്റു സമയങ്ങളിൽ വെള്ളം കുടിക്കണമെങ്കിലോ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാരണോസ്ഥാനികനായിട്ടുള്ള അവരോട് ചോദിച്ച് അനുവാദം മേടിച്ചാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യൂലൂ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നാട്ടുകാർ വരും. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം നാട്ടുകാർക്കും കൂടി ഇങ്ങനെ പിന്നെ വിളമ്പിയിട്ട് ഇവർ തന്നെ വിളമ്പി കൊടുക്കും. നമ്മളിപ്പോൾ ഈ കാണുന്ന വെച്ചാൽ എഴുത്തോലി സൂക്ഷിച്ച പെട്ടിയാണ്. പണ്ട് കാലത്തെ കണക്കുകൾ എഴുതി വെച്ചിട്ടുള്ള എഴുത്തോലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പെട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യാത്ര പുറപ്പെടും മുന്നേ മടപ്പേരയിൽ എല്ലാവരും അരിയിട്ട് തൊഴുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഓങ്കാര ശബ്ദത്തോടു കൂടിയാണ് ഇവിടുന്ന് യാത്ര ആരംഭിക്കുക. പഴനിക്കാർ ഭക്ഷണം കഴിക്കാനും അതുപോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ച പാത്രങ്ങളും മറ്റു കാര്യങ്ങളും തിരിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
പടിയിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുറ്റാട്ടർ പഴശ്ശിയിലെ പാതിരിയാട്ട് മഠത്തിലാണ്. യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേത്തെ ദിവസം, അതായത് കൊട്ടിയൂരേക്ക് യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേത്തെ ദിവസം വൈകുന്നേരം ഇളനീർക്കാവുകൾ പാതിരിയാട്ട് മഠത്തിലെത്തിക്കുകയും അവിടെ നിന്ന് പിറ്റേന്ന് പകൽ, അതായത് കൊട്ടിയൂരേക്ക് യാത്ര പുറപ്പെടുന്ന ആ സമയം ഇളനീർക്കാവുകൾ പാതിരിയാട്ട് മഠത്തിൽ നിന്ന് എടുത്താണ് കൊട്ടിയൂരേക്ക് യാത്ര തുടരുക. പാതിരാട്ട് മഠത്തിൽ നിന്നും കുറ്റാട്ടർ ഞാലിവട്ടം വയലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇളനീർക്കാവിൽ വെക്കും. അപ്പോൾ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാരൊക്കെ ഇവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മാറ്റ് കൊടുക്കുക എന്ന ചടങ്ങാണ്. അതായത് ഇളനീർക്കാർക്ക് ഉടുക്കാൻ വേണ്ടുന്ന വസ്ത്രങ്ങൾ അലക്കി റെഡിയാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. വണ്ണാൻ സമുദായക്കാർക്കാണ് ഇതിൻ്റെ അവകാശം. ഇപ്പോൾ ഈ ചടങ്ങ് നിർവഹിക്കുന്നത് പഴശ്ശിയിലെ രതീഷ് എന്ന ആളാണ്. രതീഷിന് മുന്നേ ഈ ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്നത് രതീഷിൻ്റെ അമ്മയായ പഴശ്ശി പുതിയൂരയിൽ ജാനകിയായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് സൈഡ് വേഗമാണ്. അതായത് യാത്രക്കിടെ വിശപ്പകറ്റാൻ വേണ്ടി അവിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പണ്ട് കാലത്തേ ഉള്ളൊരു കാര്യമാണ്. കാരണം വഴിയരികിൽ നിന്നൊന്നും ഒന്നും മേടിച്ച് കഴിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പോൾ കുറ്റാട്ടൂരിലുള്ള KK നാരായണൻ എന്നവരുടെ വീട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് 10-25 കൊല്ലത്തോളമായി ഇതുപോലെ ഇളനീർക്കാർക്ക് വേണ്ടിയുള്ള
ദാഹമകറ്റാൻ വെള്ളം ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നത്. ഇളനീർക്കാരുടെ കൂടെ അവരെ അനുഗമിച്ചുകൊണ്ട് നാട്ടിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കൊട്ടിയൂരേക്ക് യാത്ര പോവാറുണ്ട്. യാത്ര പുറപ്പെട്ട് ആദ്യത്തെ ദിവസം മട്ടന്നൂരിൽ താമസിക്കും, പിന്നെ മുഴക്കുന്ന്, പിന്നെ കേളകം. ഇങ്ങനെയാണ് യാത്ര തുടരുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.